ഇന്ന് നല്ലൊരു ചിക്കൻ വടയുണ്ടാക്കാം. അത് എങ്ങനെ എന്ന് നോക്കാം. 250 ഗ്രാം ചിക്കൻ എല്ലില്ലാതെ മുറിച്ചത്, ഒരു സവാള, 3-4 പച്ചമുളക്, ഒരു കഷ്ണം ഇഞ്ചിയും 5-6 വെളുത്തുള്ളിയും, ഒരു പിടി മല്ലിയില. ഇവയെല്ലാം കൂടി നമുക്ക് ചിക്കനിൻ്റെ കൂടെ ഇട്ട് ഒന്ന് അരച്ചെടുക്കാം. ആദ്യം ചിക്കൻ നല്ലതുപോലെ അരച്ചെടുക്കണം. അതിനുശേഷം അതിലേക്ക് ബാക്കിയുള്ള കൂട്ടുകൾ ഇട്ട് കൊടുക്കാം. ചിക്കൻ മാത്രം നല്ലതുപോലെ അരഞ്ഞാൽ മതി, മറ്റുള്ളവ ഒന്ന് ഒതുക്കുക മാത്രമേ ചെയ്യാവൂ. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ കോൺഫ്ലവർ, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ അരിപ്പൊടി. ഇവയെല്ലാം കൂടി നല്ലതുപോലെ ചേർത്തെടുക്കാം. ഒരു ചെറിയ കഷ്ണം പുളിനാരങ്ങ പിഴിഞ്ഞത് കൂടി ഒഴിക്കണം. ഇത് ഒരു സ്റ്റാർട്ടറായോ ചോറിൻ്റെ കൂടെയോ ബിരിയാണിയുടെ കൂടെയോ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം. 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി കൂടി ചേർക്കാം. ആവശ്യത്തിനുള്ള ഉപ്പുമിട്ട് നല്ലതുപോലെ കുഴച്ചെടുക്കാം. വേണമെങ്കിൽ ഇത് ബ്രെഡിൻ്റെ ഉള്ളിൽ വെച്ച് ഒരു ബർഗർ പോലെ ആക്കിയും കഴിക്കാം. ഇങ്ങനെ ഉണ്ടാക്കിയാൽ കുട്ടികളും മുതിർന്നവരും ഒരുപോലെ ഇഷ്ടപ്പെടും. പരിപ്പ് വടയുടെ രൂപത്തിൽ പരത്തി പരത്തി ഇട്ട് കൊടുക്കാം. വേണമെങ്കിൽ ഒരു മുട്ട ഉടച്ച് കുറച്ച് ഇതിലേക്ക് ഒഴിച്ച് ചേർക്കാം. അത് വേണമെന്നില്ല. മുട്ട ഉടച്ചത് ചേർക്കുമ്പോൾ ചിലപ്പോൾ വെള്ളം കൂടിയതുപോലെ തോന്നും. മുട്ട ചേർത്താലും ഇല്ലെങ്കിലും സ്വാദെല്ലാം ഒന്നു തന്നെ. എല്ലൊന്നും ഇല്ലാത്തത് കൊണ്ട് കുട്ടികളുടെ കയ്യിൽ ധൈര്യപൂർവ്വം കൊടുക്കുകയും ചെയ്യാം. അരയ്ക്കുമ്പോൾ വെള്ളം ഒരു തുള്ളി പോലും ചേർക്കരുത്. ഇനി ഇത് മറിച്ചിട്ട് കൊടുക്കാം. നല്ലതുപോലെ ബ്രൗൺ നിറമായാൽ എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇത് ഉണ്ടാക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. സിമ്മിൽ വെച്ച് മാത്രമേ ഉണ്ടാക്കാവൂ. ഹൈ ഫ്ലെയിമിൽ വെച്ച് ഉണ്ടാക്കരുത്. അപ്പോൾ വടയുടെ ഉള്ളു വേവില്ല.